ഹായ് ഓൾ മക്കളെ, 7ാം ക്ലാസ്സിലെ USSന്റെ എക്സാം കഴിഞ്ഞു. ആനുവൽ എക്സാം തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. നമ്മളോട് എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംഗതിയാണ്, സാറേ എന്നാണ് ഈ പറഞ്ഞ USSന്റെ റിസൾട്ട് വരിക? ഞങ്ങൾക്ക് ഇതാ ഇത്ര മാർക്കുണ്ട്, 62 മാർക്കുണ്ട്, 63 ഉണ്ട്, 74 ഉണ്ട്, ജയിക്കുമോ, കിട്ടുമോ, ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നാണ് റിസൾട്ട് വരിക എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എന്താണ് ക്യൂരിയസ് ആണ്. അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പെട്ടെന്നാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, റിസൾട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടാവാറുള്ളത്. നമ്മൾ അതിൻ്റെ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ചരിത്രം, ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം, കഴിഞ്ഞ 2022 വളരെ ലേറ്റ് ആയിട്ടാണ് USS എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 2022 ജൂൺ 25 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 2022 റിസൾട്ട് വന്നത് ഒക്ടോബർ 21 ഏകദേശം 3 മാസത്തോളം അല്ലെങ്കിൽ 4 മാസത്തോളം സമയം, 3 മാസം അല്ലേ, 24 ദിവസത്തോളം വരുന്ന അത്രയും ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് സമയം എടുത്തുകൊണ്ടാണ് USSന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ 2023 ഏപ്രിൽ 26 എക്സാം നടന്നത്. അതിൻ്റെ റിസൾട്ട് വന്നത് ഓഗസ്റ്റ് 9 ഏകദേശം 3 മാസവും അല്ലെ 3.5 മാസത്തോളം വരുന്ന സമയത്തിന് ശേഷമാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ കമ്പയർ നോക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്കറിയാം എക്സാം വളരെ നേരത്തെയാണ് നടന്നിട്ടുള്ളത്. അഥവാ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ഒരു സ്കീമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 2024 എക്സാം നേരത്തെ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്രാവശ്യത്തെ എക്സാം നമുക്കറിയാം ഫെബ്രുവരി 28 ആയിരുന്നു നമ്മുടെ എക്സാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഒരു റിസൾട്ട് അനൗൺസ്മെൻറ്റുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5-4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ, അതിൻ്റെ ഡിസ്ട്രിക്ട് വൈസുള്ള റാങ്കുകളും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്യാൻ, മാർക്കും കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് മാർക്കൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സമയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫെബ്രുവരി 28 നമ്മുടെ എക്സാം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഏകദേശം മെയ് അവസാനത്തിൽ അല്ലെങ്കിൽ ജൂൺ ആദ്യ വീക്കിലായിരിക്കും ഈ പറയുന്ന റിസൾട്ട് അനൗൺസ് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 ഫെബ്രുവരി 28 കഴിഞ്ഞ നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 3.5 മാസം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ മെയ് അവസാന വീക്ക് അല്ലെങ്കിൽ ജൂണിലെ ആദ്യ വീക്കിലായിരിക്കും അതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. മിക്കവാറും നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക്, ഹൈസ്കൂളിലേക്ക് എൻ്റർ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഈ ഒരു USS എക്സാമിലെ വിജയിച്ചു എന്നുള്ളൊരു വാർത്ത നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കേൾക്കാൻ എന്ത് ചെയ്യാണ്, ക്യൂരിയസ് ആയിട്ട് കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. നമുക്കറിയാം USSലെ വിന്നേഴ്സിനും വേണ്ടിയിട്ട് എക്സാം വൈ പല ജില്ലകളിലായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു വിന്നേഴ്സ് മീറ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു. മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഒക്കെ ആയിട്ട് ഒരുപാട് MLA-മാരും ഗസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് നല്ലൊരു സമ്മാനം വാങ്ങുവാനും നമ്മുടെ ഫ്യൂച്ചർ കരിയറിനെ കുറിച്ചൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ലഭ്യമാകുന്ന രൂപത്തിൽ, വളരെ എഫക്റ്റീവായിട്ട് എൻജോയ്ഫുൾ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് വിന്നേഴ്സ് മീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്ട് സംഘടിപ്പിക്കാനുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ USS വിൻ ചെയ്ത വാർത്ത നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോക്ക് താഴെ നമുക്ക് എന്ത് ചെയ്യണം, കേൾക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്